അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇല്ലേ? ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, ഉറക്കമൊളച്ച് തഹജ്ജുദ് നമസ്കരിക്കുന്നു, സുന്നത്തുകൾ നമസ്കരിക്കുന്നു, ദിക്റുകള്, ദുആകള്, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദിക്റുകള്, ദുആകള് ഇത് എല്ലാം ഞാൻ പതിവാക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കാര്യം മാത്രം അല്ലാഹു സുബ്ഹാനഹു തആല നടത്തി തരുന്നില്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഇതൊന്നും നടത്തി തരുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ഇനി എന്നെ അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? അതോ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും ഇല്ലേ? ഒന്നും അവർക്ക് ദിക്റുകളോ ദുആകളോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് അള്ളാഹു ഉയർച്ച നൽകുന്നു. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഞാൻ സദക്ക കൊടുക്കുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നു, അങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തികൾ, നന്മ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാത്രം ഹൈറും ബർക്കത്തും അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഞാൻ ഈ പറയാൻ പോകുന്ന ഈ 4 സ്വഭാവത്തിൽപ്പെട്ടവരാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ തിരിഞ്ഞു പോലും നോക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ 4 സ്വഭാവത്തിൽപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു തആല വെറുക്കുന്നത് മാത്രമല്ല അതിലും വലിയ അവരുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുകയില്ല എന്നാണ് പറയുന്നത്. ഈ 4 കൂട്ടത്തിൽപ്പെട്ടവരാണ് എങ്കിൽ അവരുടെ ഒരു കാര്യവും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇനി ഉറക്കമുളച്ച് തഹജ്ജുദ് നമസ്കരിച്ച് എന്ന് പറഞ്ഞിട്ട് പോലും ഒരു കാര്യവുമില്ല. വെറുതെ സമയം കളയാം എന്നല്ലാതെ ഒരു കാര്യവുമില്ല. അവരുടെ ലൈലത്തുൽ ഖദർ അവർക്ക് കിട്ടുകയില്ല. ചുമ്മാതെ എല്ലാവരും ലൈലത്തുൽ ഖദറിന് വേണ്ടി കാത്തിരിക്കുന്നു. അവരും കാത്തിരിക്കുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുക്കുകയില്ല. ഈ 4 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുകയില്ല. അവരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഈ 4-ൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എങ്കിലും നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുക, അവരെ വേദനിപ്പിക്കുക. അവരുടെ മനസ്സിന് നമ്മളാൽ എന്തെങ്കിലും വേദന സംഭവിക്കുകയാണ് എങ്കിൽ അവർ ഈ ലോകത്തുമല്ല പരലോകത്തുമല്ല ഒരു ലോകത്തും അവർ രക്ഷപ്പെടാൻ പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ മക്കൾ രക്ഷപ്പെടുകയില്ല എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളെയൊന്നും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഒരു കാലത്തും ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജനങ്ങൾക്കിടയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ തന്നെ അവരെ ഒരു സമൂഹവും അംഗീകരിക്കുകയുമില്ല. അവരുടെ ഈ ജീവിതത്തിൽ ഒരു ഹൈറും ബർക്കത്തും ഒന്നും ഉണ്ടാവാനും പോകുന്നില്ല. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരാണ് മറ്റുള്ളവരോട് വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോട്, അയൽവാസികളോട്, ബന്ധുക്കളോട്, ഉമ്മമാരോട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങനെ വെറുത്ത് താമസിക്കുന്നവര്, അവരെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുകയില്ല. ഒരു മുസ്ലിം 3 ദിവസത്തിൽ കൂടുതൽ മിണ്ടാതെ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കെ ആരെങ്കിലും ഒരാൾ മരിക്കുകയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവൻ നരകത്തിന്റെ അവകാശിയാണെന്ന്. അതുകൊണ്ട് ആരോടും വിദ്വേഷം വെച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. മൂന്നാമത്തെ വിഭാഗം ആളുകളാണ് കുടുംബബന്ധം മുറിച്ചവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുടുംബബന്ധം മുറിച്ചവർ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. നാലാമത്തെ വിഭാഗം ആളുകളാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവര്. ഈ 4 വിഭാഗത്തിൽപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഈ 4 വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സൽക്കർമ്മങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല. ഇനി എന്ത് സൽക്കർമ്മങ്ങളായിക്കോട്ടെ, നോമ്പായിക്കോട്ടെ, നമസ്കാരമായിക്കോട്ടെ, സദക്ക കൊടുക്കലായിക്കോട്ടെ, ഇനി എന്ത് പുണ്യപ്രവൃത്തിയും ആയിക്കോട്ടെ, അത് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയുമില്ല. അങ്ങനെ ചെയ്യുന്നവർ അല്ലാഹുവിന് ഒരിക്കലും ഇഷ്ടപ്പെടുവാനും പോകുന്നില്ല. നമ്മൾ ഈ തെറ്റുകളൊക്കെ ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പാപമോചനത്തിന് വേണ്ടി ചോദിക്കുക. ഇനി നമുക്ക് അവസരങ്ങളുണ്ട്, ഇനിയെങ്കിലും ആ അവസരം പാഴാക്കാതെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തിനു വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കണം? നമ്മളൊക്കെ ഈ ലോകത്ത് എപ്പോൾ വേണമെങ്കിലും മരണപ്പെട്ടു പോകേണ്ടവരാണ് അല്ലേ? മറ്റുള്ളവരോട് വിദ്വേഷവും വെറുപ്പുകളും ഒന്നും വെച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരെയും കാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.